ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ SLCയിലെ 10ാം ക്ലാസ്സിലെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഓൾജിബ്ര ഓഫ് സീക്വൻസ്, ശ്രേണികളുടെ ബീജഗണിത രൂപമാണ് നമ്മൾ നോക്കുന്നത്. സമാന്തര ശ്രേണികളുടെ അല്ല, ശ്രേണികളുടെ. സമാന്തര ശ്രേണി നമ്മൾ പറയാൻ നിൽക്കുന്നുള്ളൂ. ശ്രേണികളുടെ ബീജഗണിത രൂപം എങ്ങനെയായിരിക്കും ശ്രദ്ധിക്കാം. ഞാനൊരു ശ്രേണി എഴുതുന്നു. ശ്രേണിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. 2, 4, 6, 8. ഇതൊരു ശ്രേണിയാണ്, ഒരു സീക്വൻസ് ആണ് അല്ലെ, ഒരു നമ്പർ സീക്വൻസ് ആണ്, സംഖ്യാശ്രേണി. അപ്പോ ഇവിടുത്തെ ബീജഗണിത രൂപമാണ് നമുക്ക് എഴുതേണ്ടത്. ആദ്യം ബീജഗണിത രൂപം പറയുന്നതിന് മുമ്പായിട്ട് 1-2 ടേംസുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, ഒരു ശ്രേണിയിൽ ഈ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ വിളിക്കുന്ന പേര് നമ്മൾ ടേംസ് എന്ന് വിളിക്കും. പദങ്ങൾ, ടേംസ്. ഓക്കെ, പദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ആ പദങ്ങൾക്ക് ഓരോ പൊസിഷൻ ഉണ്ട്, സ്ഥാനങ്ങളുണ്ട്. അവിടുത്തെ സ്ഥാനം കണ്ടാൽ ഇവിടെ 2 എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ഥാനത്തിലാണ് അല്ലെ. ഒന്നാം സ്ഥാനത്തെ പദമാണ് 2, രണ്ടാം സ്ഥാനത്തിലെ പദമാണ് 4, മൂന്നാം സ്ഥാനത്തിലെ പദമാണ് 6 അല്ലെ. ഫസ്റ്റ് ടേം ആണ് 2 അല്ലെ. അപ്പം 2 എന്നുള്ളത് ടേം ആണ്, ഫസ്റ്റ് എന്നുള്ളത് എന്താണ്, പൊസിഷൻ ആണ്. അപ്പൊ പൊസിഷനും ടേമും, ഒന്നാമത്തെ പൊസിഷനിൽ 2 എന്ന് പറയുന്ന ടേമും, രണ്ടാമത്തെ പൊസിഷനിൽ 4 എന്ന് പറയുന്ന ടേമും, മൂന്നാമത്തെ പൊസിഷനിൽ 6 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടേം, എന്താണ് പൊസിഷൻ എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഓൾജിബ്രയിൽ നമ്മൾ പിന്നെ പറയുന്ന പോലെ നമ്മൾ ഈ ഓരോ ടേമിനെയും നമ്മളൊന്ന് റെപ്രസെന്റ് ചെയ്യണം. ഓൾജിബ്രയിൽ റെപ്രസെന്റ് ചെയ്യണം. ഒന്നാം പദത്തിന് നമ്മൾ x1 എന്ന് പറയും. അപ്പൊ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ x-ന്റെ താഴെയായിട്ട് ആണ്, സഫിക്സിലായിട്ടാണ് ആരെഴുതുന്നത്, 1 എഴുതുന്നത്. ഓക്കെ, രണ്ടാമത്തെ പദത്തിന് x2 എന്ന് എഴുതും, മൂന്നാമത്തെ പദത്തിന് x3 എന്ന് എഴുതും. അങ്ങനെ അടുത്തടുത്ത പദങ്ങൾ x4, x5. ഇങ്ങനെയാണ് ഓൾജിബ്രയിൽ ഒരു ശ്രേണിയുടെ പദങ്ങൾ നമ്മൾ എഴുതുന്നത്. പദങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, y1, y2, y3. ഇങ്ങനെ ജനറൽ ആയിട്ട് ഈ രൂപത്തിലാണ് നമ്മൾ ഓൾജിബ്രയിൽ അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിൽ നമ്മൾ ശ്രേണിയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ത്രൂ ഔട്ട് x1, x2, x3 എന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ x1 എന്ന് പറയുന്നത് ആരാ, 2 അല്ലെ. x2 എന്ന് പറയുന്നത് ആരാണ്, 4, x3 എന്ന് പറയുന്നത് 6 അല്ലെ. ഇങ്ങനെയാണ് x1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പദം, ഫസ്റ്റ് ടേം, x2 രണ്ടാമത്തെ പദം, സെക്കൻഡ് ടേം, x3 മൂന്നാമത്തെ പദം, തേർഡ് ടേം. ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബീജഗണിത രൂപം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏത് ശ്രേണികൾ, ഈ ഒരു ശ്രേണിയിലെ ഏത് പദങ്ങളെയും കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയും. അതാണ് നമ്മൾ ബീജഗണിത രൂപം ഉപയോഗിച്ച് നമ്മൾ പറയുന്നത്, ഓൾജിബ്ര ഉപയോഗിച്ച്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ xn അല്ലെ, x2, x3, x4. അങ്ങനെയാണെങ്കിൽ ഒരു എന്നാമത്തെ പദം ഇവിടെ ഉണ്ടാവും, xn, എന്നാമത്തെ പദം ഉണ്ടാവും. ആ ടേം ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോ ഈ ശ്രേണി നമ്മൾ നോക്കുകയാണ്. ശ്രേണി നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ പദങ്ങളും സ്ഥാനവും അല്ലെ, ടേമും പൊസിഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പൊ നോക്കൂ, ഫസ്റ്റ് എന്ന് പറയുന്നത് 1 × 2 അല്ലേ, അടുത്തത് 2 × 2 അല്ലേ 4, 3 × 2 അല്ലേ 6, 4 × 2 അല്ലേ 8. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എന്താണ്, 2ന്റെ ഗുണിതങ്ങളാണ് അല്ലെ, 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഈ 2, 4, 6, 8 എന്ന് പറയുന്ന ഈ ഒരു ശ്രേണി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ എന്നാമതൊരു പദം ഉണ്ടാവും അല്ലെ, അതെന്തായിരിക്കും, 2 × n ആയിരിക്കും അല്ലെ. ഒന്നാമത്തെ പൊസിഷനിലുള്ളത് 1 × 2, രണ്ടാമത്തെ പൊസിഷനിലുള്ളത് 2 × 2, മൂന്നാമത്തെ പൊസിഷൻ 3 × 2. അങ്ങനെയാണെങ്കിൽ എന്നാമത്തെ പദം, എന്നാമത്തെ ടേം, എന്നാമത്തെ പൊസിഷനിൽ ഉള്ള പദം എന്ന് പറയുന്നത് എന്തായിരിക്കും, 2n, n × 2 അല്ലെങ്കിൽ 2n ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം xn എന്ന് പറയുന്നത് എന്താണ്, 2n. xn എന്ന് പറയുന്നത് 2n ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു
എക്സാമ്പിൾ നോക്കാം. നാല് 8 12 എക്സ് 4 8 12 എക്സ്. അതുപോലെ ഒന്നാമത്തെ ഫസ്റ്റ് ടേം x1 4, സെക്കൻഡ് ടേം x2 8, തേർഡ് ടേം x3 12. ഓക്കെ, അപ്പൊ ടേമും പൊസിഷനും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എണ്ണാമത്തെ ടേം അല്ലെ, നമുക്കിത് നോക്കിയാൽ അറിയാം 1 into 4 അല്ലെ, ഇത് 4 മൾട്ടിപ്പിൾസ് അല്ലേ. 1 into 4 4, 1 into 2 into 4 8, 3 into 4 12 അല്ലെ, 4 മൾട്ടിപ്പിൾസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എണ്ണാമത്തെ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4n അല്ലെ. 1 into 4 2 into 4. അപ്പൊ 1 2 3 എന്നൊക്കെ പറയുന്നത് ഇവിടെ എന്താണ്? ഈ ശ്രേണിയിലെ ഈ സീക്വൻസിന്റെ പൊസിഷൻ ആണ്, സ്ഥാനങ്ങളാണ്, പദത്തിന്റെ സ്ഥാനങ്ങളാണ്. ഓക്കെ, അപ്പൊ 4n. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1 4 9 16 അല്ലെ. ഇവിടെ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 4 അല്ലെ, ഈ രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എണ്ണാമത്തെ ടേം nth ടേം ആണ് നമുക്ക് വേണ്ടത്. nth ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം xn അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, 1ന്റെ സ്ക്വയർ ആണ് 1 അല്ലെ, 2ന്റെ സ്ക്വയർ അല്ലെ, ആ പൊസിഷനെ സ്ക്വയർ ചെയ്യല്ലേ. 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അപ്പൊ അങ്ങനെയാണെങ്കിൽ n-ന്റെ സ്ക്വയർ ആയിരിക്കും nth ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ n എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഈ x1 x2 എന്നുള്ളതൊക്കെ ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ആ 1 2 3 എന്ന് പറയുന്ന സഫിക്സിൽ ഉള്ളതിനെയാണ് നമ്മൾ പൊസിഷൻ എന്ന് റെപ്രസെന്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ xn എന്നാം പദം nth ടേം. ഓക്കെ, nth ടേം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഇവിടെ മാച്ച് സ്റ്റിക്കുകളാണ്, തീപ്പെട്ടിക്കൊള്ളികളാണ്, തീപ്പെട്ടി കമ്പുകളാണ്. ആ തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണേ? ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ ഉണ്ടാക്കണം. അവിടെ നോക്കാം, ഒന്നാമത്തെ ത്രികോണം ഉണ്ടാക്കിയിട്ടുള്ളത് 3 മാച്ച് സ്റ്റിക്കുകൾ, 3 തീപ്പെട്ടി കമ്പുകൾ വെച്ചിട്ടാണ്. അത് രണ്ടാമത്തേക്ക് മാറിയ സമയത്ത് നോക്കുമ്പോൾ 2 മാച്ച് സ്റ്റിക്കുകളാണ് അതിലേക്ക് കൂടിയിട്ടുള്ളത്, 2 തീപ്പെട്ടി കമ്പുകളാണ് കൂടിയിട്ടുള്ളത് അല്ലെ. പിന്നെ 3 ത്രികോണങ്ങളായ സമയത്ത് വീണ്ടും 2 കൂടി കൂടി. അങ്ങനെയാണെങ്കിൽ എത്ര തീപ്പെട്ടി കമ്പുകളായിരിക്കും ഓരോ ഷേപ്പിലും ഉണ്ടാവുക എന്നുള്ളതാണ്. നോക്കാം, ആദ്യത്തേത് 3 അല്ലേ ഉള്ളത് അല്ലെ, പിന്നെ അതിലേക്ക് 2 കൂട്ടി 5 മാറി മാറും അല്ലെ, പിന്നെ അതിലേക്ക് വീണ്ടും 2 കൂട്ടി 7 തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ചാണ് 3 അല്ലെ. ഒരു ത്രികോണം 3 തീപ്പെട്ടി. അടുത്തത് ഓരോന്നും 2 വീതം കൂട്ടി കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്? അടുത്തേക്ക് വരെ 9 11 അല്ലെ. ഇങ്ങനെയാണ് തീപ്പെട്ടി കമ്പുകളുടെ എണ്ണം ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടി കമ്പുകൾ വേണം? ഓക്കെ, അപ്പൊ നോക്കാം, 10 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടി കമ്പുകൾ വേണം എന്ന് നോക്കുമ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിന് 3 തീപ്പെട്ടി കമ്പുകൾ വേണ്ടേ അല്ലെ. പിന്നെ എന്താ ചെയ്തിട്ടുള്ളത്? പിന്നെ ഓരോ ത്രികോണത്തിനും 2 വീതം തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ചാൽ മതി അല്ലെ. അപ്പൊ ഒരു ത്രികോണം 3 കമ്പ് കൊണ്ട് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇനി 10 ഉണ്ടാക്കുന്നത് ബാക്കി എത്ര ത്രികോണങ്ങളുണ്ട്? 9 ത്രികോണങ്ങളുണ്ട്. ആ 9 ത്രികോണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അത് ആ 9 ത്രികോണങ്ങളിൽ ഓരോന്നും 2 തീപ്പെട്ടി കൊമ്പുകൾ ഉണ്ടായ പോലെ. അപ്പൊ നമുക്ക് അവിടെ 3 + 9 × 2 അഥവാ 3 + 18 = 21 തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 10 ത്രികോണങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഇനി 100 എണ്ണാണെങ്കിലോ 100 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടി കമ്പുകൾ വേണം? അപ്പൊ ഒന്നാമത്തത് 3 അല്ലെ. പിന്നെ 99 ത്രികോണങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ആ 99 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ ഓരോ ത്രികോണങ്ങൾക്കും 2 വീതം തീപ്പെട്ടി കമ്പുകൾ വേണം. അപ്പൊ 3 + 99 × 2 99 × 2 എത്രയാണ് നാം നോക്കുന്നത്? അത് 198 അല്ലെ. 99 × 2 198.
ഈക്വൽ ടു 201 തീപ്പെട്ടി കമ്പുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു 100 ത്രികോണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ n ത്രികോണങ്ങൾ അല്ലെ, n ത്രികോണങ്ങൾ, ഇതിന്റെ എന്നാം പദം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ n ത്രികോണങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലോ നോക്കാം. ഇതുപോലെ തന്നെ ആദ്യത്തെ ത്രികോണം ഉണ്ടാക്കാൻ എത്ര വേണം? 3 മാഗ്നറ്റിക് വേണം, 3 തീപ്പെട്ടി കമ്പുകൾ വേണം. ഇനി പിന്നെ വരുന്ന ട്രയാങ്കിൾസ് അല്ലെ, ഓരോ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ 10 ത്രികോണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ 9 കിട്ടി. നമ്മുടെ n ത്രികോണങ്ങളാണെങ്കിൽ n മൈനസ് 1 ഇൻറ്റു 2 എന്ന് എടുക്കണ്ടേ? n മൈനസ് 1 ഇൻറ്റു 2 ക്ലിയർ ആണോ? അപ്പൊ നേരത്തെ നമ്മൾ 100 ഉണ്ടാക്കി, 100 ത്രികോണം ഉണ്ടാക്കിയ സമയത്ത് 3 പ്ലസ് 99 ഇൻറ്റു 2 100 ആവുമ്പോൾ 99 ഇൻറ്റു 2. അപ്പൊ n ആവുമ്പോൾ n മൈനസ് 100 വർഷത്തിൽ 99 കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 3 പ്ലസ് 2n മൈനസ് 2 അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു n 2 ഇൻറ്റു മൈനസ് 3 മൈനസ് 2 ഈക്വൽ ടു 1. അപ്പൊ 2n പ്ലസ് 1. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലമാണ്. റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ബിലോ. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, sequence of natural numbers which leave remainder 1 on division by 3, the sequence of natural numbers ending in 1, the sequence of natural numbers ending in 1 or 6. ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഓരോന്നിൻ്റെയും ബീജഗണിത രൂപം എഴുതുക. ഒറ്റ സംഖ്യകളുടെ ശ്രേണി, 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, 1-ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, 1-ലോ 6-ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് കുറച്ച് ബീജഗണിത രൂപങ്ങൾ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കാണാനാണ് പറയുന്നത്. കുറച്ച് സീക്വൻസ്, കുറച്ച് ശ്രേണികൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ശ്രേണി പറയുന്നത് ഒറ്റ സംഖ്യകളുടെ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് അല്ലെ, ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. അപ്പൊ നമുക്കറിയാം ഒറ്റ സംഖ്യയുടെ ശ്രേണി 1, 3, 5, 7 എക്സെട്ര അങ്ങനെ പോകും ഒറ്റ സംഖ്യകളുടെ ശ്രേണി അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ബീജഗണിത രൂപമാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ സംഖ്യ നമുക്ക് 2 ഇൻറ്റു 1 മൈനസ് 1 കൂടെ 2 ഇൻറ്റു 1 മൈനസ് 1 അല്ലേ 1. ഓക്കെ, ഇനി അടുത്തത് 2 ഇൻറ്റു 2 മൈനസ് 1, 2 2 4, 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അടുത്തത് 2 ഇൻറ്റു 3 മൈനസ് 1 ഈക്വൽ ടു 5 അല്ലേ. 3 2 5 5 6 മൈനസ് 1 ഈക്വൽ ടു 5 അല്ലെ. ഇങ്ങനെയല്ലേ നമ്മൾ ഇതിനെ എഴുതി പോവാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 1 2 3 എന്നൊക്കെ പറയുന്നത് എന്താണ്? പൊസിഷൻ അല്ലേ, സ്ഥാനങ്ങളല്ലേ. സോ ആ സ്ഥാനത്ത് നമുക്ക് ഈ കേസിൽ 2n മൈനസ് 1 എന്ന് കൊടുത്താൽ പോലെ ആ കിട്ടുന്നത് എന്തായിരിക്കും? xn എന്നാം പദമായിരിക്കും, nth ടേം ആയിരിക്കും. അതാണ് ഇതിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. xn ഈക്വൽ ടു 2n മൈനസ് 1. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നത്തെ മാജിസ്റ്റിക്കിന്റെ പ്രോബ്ലത്തിൽ, തീപ്പെട്ടി കമ്പുകളുടെ പ്രോബ്ലത്തിൽ പറഞ്ഞ ആ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടുത്തെ nth ടേം എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റത്തെ ആദ്യത്തെ ടേം 1 ആണ് അല്ലെ. അതിനോട് കൂടി കൂട്ടണം. എന്ത് കൂട്ടണം? പിന്നെ ഓരോന്ന് എഴുതുമ്പോഴും എത്ര അവിടെ അധികം വരുന്നത്? 2 അല്ലേ എക്സ്ട്രാ വരുന്നത്, 2 അല്ലേ അധികം വരുന്നത്. അപ്പോ n മൈനസ് 1 ഇൻറ്റു 2. അപ്പൊ നോക്കാം, ഇറ്റ്സ് ഈക്വൽ ടു 2 into n 2n then 2 into minus 1 minus 2 പിന്നെ ഇവിടെ plus 1 അല്ലേ. അപ്പോൾ ഇവിടെ 2n minus 2 plus 1 എന്താ? minus 1. 2n minus 1. അപ്പോൾ ഇതായിരിക്കും ഇതിന്റെ ബീജഗണിത രൂപം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇനി അതിൽ രണ്ടാമത്തെ പ്രോബ്ലം പറയുന്നത് സെക്കൻഡ് വൺ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ 1 എന്ന് പറഞ്ഞ സംഖ്യനെ നമുക്ക്
3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് എന്താ വരിക? 1 അല്ലേ വരിക? ഇനി അങ്ങനെയാണെങ്കിൽ 4 ആവുമ്പോൾ 3 വരെ പോകും അല്ലെ? 4 ഡിവൈഡ് ബൈ 3 അല്ലെ? അപ്പൊ 1 1 3 3 ഷിഫ്റ്റ് 1 അല്ലെ? അപ്പൊ 4. ഇനി അടുത്തത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 3 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ 4 3 7 സീക്വൻസ് 1 4 7 എന്ന് പറഞ്ഞ സീക്വൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ nth ടേം എന്നാം പദം എന്ന് പറയുന്നത് ഒന്നാമത്തേത് അല്ലെ? 1 പ്ലസ് ഇനി 4 ആണ് ഇവിടെ അടുത്ത ടേം ഉള്ളത് അല്ലെ? 4 1ഉം 4ഉം തമ്മിൽ ഡിഫറൻസ് എത്ര? 3 ആണ് അല്ലെ? അപ്പൊ 1 കുറയണം. പിന്നെ സ്ഥാനം n - 1 into 3. So equal to 1 plus 3n minus 3. 3n minus 3. Multiply ചെയ്യുന്നതല്ലോ 3n into minus 3 equal to 1 minus 3. അതായത് 3n 1 minus 3 എന്ന് പറയുമ്പോൾ minus 3n minus 2. അപ്പൊ ചെയ്തു നോക്കൂ. 3 into 1 3 minus 2 1. അതല്ല ഒന്നാമത്തെ. ഇനി അടുത്ത സെക്കൻഡ് ആവുമ്പോൾ 3 into 2 3 into 2 6 6 minus 2 4. അടുത്ത 3 into 3 9 9 minus 2 7. അതല്ലേ അതിന്റെ എന്നാം പദം എന്ന് പറയുന്നത്. ഇനി അതിന്റെ മൂന്നാമത്തെ പ്രോബ്ലം, മൂന്നാമത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 1ൽ അവസാനിക്കുന്ന ശ്രേണികൾ അല്ലെ? നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പൊ ഏതൊക്കെ വരിക? ഒന്ന് നമുക്ക് എഴുതാം. പിന്നെ ഏതൊക്കെ വരുന്നുള്ളൂ? 11 അല്ലേ വരുന്നുള്ളൂ. അടുത്തത് 21, പിന്നെ 31 എക്സ്ട്രാ. ഈ രൂപത്തിലായിരിക്കും ആ ഒരു സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് ഉണ്ടാവുക. ഇതിന്റെ ബീജഗണിത രൂപം ഓൾജിബ്രൈക് എക്സ്പ്രഷൻ xn അല്ലെ? എന്നാം പദം എന്ന് പറയുന്നത് നോക്കാം. ആദ്യത്തെ പദം 1 അല്ലെ? ഇനി അതിന്റെ കൂടെ എത്ര വ്യത്യാസം? 10 ആണ് അല്ലെ? പിന്നെ 10 ഉപയോഗിച്ചിട്ടാണ് 10 കൂട്ടിയിട്ടാണ് അടുത്തടുത്ത് ഓരോന്ന് നമ്മൾ എഴുതുന്നത്. അപ്പൊ n - 1 into 10 equal to 1 plus 10 into n 10 n minus 1 into 10 10 equal to 10n 1 minus 10 എന്താ? മൈനസ് 9. 10n minus 9. ഈ സബ്ജക്ട് ചെയ്തു നോക്കുക. 10 into 1 10 minus 9 1 അല്ലേ? 10 into 2 20 20 minus 9 11 അല്ലേ? 10 into 3 30 30 minus 9 എന്ന് പറഞ്ഞാൽ 21 അല്ലേ? സോ ഇതായിരിക്കും എന്ത്? അതിന്റെ എന്നാം പദം അഥവാ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അതിൽ തന്നെയുള്ള നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നു 1ലോ അല്ലെങ്കിൽ 6ലോ ഒന്നിലും 6ലും അവസാനിക്കുന്ന സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പൊ എങ്ങനെ വരാം? 1 6 11 16 21 26. ഇതായിരിക്കും ശ്രേണി ഉണ്ടാവുക. ഈ രൂപത്തിൽ ആ നമ്പർ സീക്വൻസ് പോകൂലേ? ഇനി ഇതിന്റെ എന്നാം പദം അല്ലെ? ഓൾജിബ്രൈക് എക്സ്പ്രഷൻ nth ടേം ആണ് കാണേണ്ടത്. അപ്പൊ 1 പ്ലസ് ഫസ്റ്റ് ടേം 1 പ്ലസ് n minus 1 into എത്ര ഇവിടുത്തെ ഡിഫറൻസ്? 5 അല്ലേ? 6 minus 5 അല്ലേ? സോ 1 പ്ലസ് 5n മൈനസ് 1 into 5 5n മൈനസ് 4 5n മൈനസ് 4. ചെയ്ത് നോക്കിയാൽ ഓരോ സീക്വൻസ് ഒക്കെ കിട്ടും. 5 into 1 5 minus 4 1 5 into 2 10 10 minus 4 6. അപ്പൊ ഇതായിരിക്കും അതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ 4 ക്വസ്റ്റ്യൻസിന്റെയും ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, റൈറ്റ് ദ ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഫോർ ദ സീക്വൻസ് ഓഫ് ദ സംസ് ഓഫ് ഇന്നർ ആംഗിൾസ്, ദ സംസ് ഓഫ് ദ ഔട്ടർ ആംഗിൾസ്, ദ മെഷേഴ്സ് ഓഫ് ആൻ ഇന്നർ ആംഗിൾ ആൻഡ് ദ മെഷേഴ്സ് ഓഫ് ആൻ ഔട്ടർ ആംഗിൾ. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു പുറം കോണിൻ്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക. ശ്രദ്ധിക്കാം.
ഈ പ്രോബ്ലം നമ്മൾ തൊട്ട് മുമ്പത്തെ സെഷനിൽ ഇതിന്റെ ഒരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്, സംഖ്യാശ്രേണികൾ അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് അതിന്റെ ബീജഗണിത രൂപമാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ സമചതുരം അതുപോലെ സമഭുജ ത്രികോണം, സമപഞ്ചഭുജം, ഇങ്ങനെ റെഗുലർ പോളിഗൺസ് ആണ് നമ്മൾ വരക്കുന്നത്. ഈ റെഗുലർ പോളിഗൺസിന്റെ സീക്വൻസിലെ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമുക്കറിയാം. ഫസ്റ്റ് ഇതാണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് 180, ദെൻ അടുത്തത് 360, പിന്നെ 540, ഇങ്ങനെ പോകും അല്ലെ. ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ nth ടേം അല്ലെ, അതാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ. നോക്കുക, 180 into 2 അല്ലെ 360, 180 into 3 അല്ലെ 540. അതുപോലെ 180 n കൊടുത്താൽ പോലെ അല്ലെ. ആ പദങ്ങളുടെ ഒന്നാം സ്ഥാനത്ത് 180 ആണ്, രണ്ടാമത്തെ സ്ഥാനത്ത് 360 360 ആണ്, മൂന്നാമത്തെ സ്ഥാനത്ത് 540 ആണ്. അപ്പൊ 180ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 180 n എഴുതാം. എക്സ്പ്രഷൻ. അടുത്ത സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്തായിരുന്നു? 360 360 360 360 മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും nth ടേം ഇതെന്നായിരിക്കും 360 തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി വൺ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ എന്താണെന്നുള്ളത്. ഇന്നർ ആംഗിൾ നമ്മൾ അവിടെ ചെയ്തിരുന്നു 180/3 അല്ലെ. ടോട്ടൽ 180 ആണ്. അപ്പൊ ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്നർ ആംഗിൾ കിട്ടും അല്ലെ. അതുപോലെ 360/3 360/4 540/5 അല്ലെ. 3 കോണുകളാണുള്ളത്, അടുത്തതിൽ 4 കോണുകളായി, അടുത്തതിൽ 5 കോണുകളായി അല്ലെ. ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ നമുക്ക് nth ടേം ആക്കി മാറ്റി എഴുതാൻ പറ്റും. നോക്കുക, 180ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ മുകളിലുള്ളത്, 180ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ അതിനൊക്കെ 180 n മാത്രം എഴുതിയാൽ പോലെ 180 into n. അപ്പൊ 180 into 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും, 180 into 2 കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഡിനോമിനേറ്റർ അതേപോലെ നോക്കണം. ഡിനോമിനേറ്റർ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ n എന്താ എടുക്കുക, 1 തന്നെ എടുക്കുക. അപ്പൊ n പ്ലസ് 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ എത്ര കൂട്ടിയിട്ടാ 2 അല്ലെ. അപ്പൊ നോക്കുക, ഇവിടെ 2 എടുക്കുകയാണെങ്കിൽ 2 into 180/2 plus 2. ഇവിടെ 3 അല്ലേ, 3 into 180 എന്ന് പറയുമ്പോൾ 540. 3 plus 2 എന്ന് പറഞ്ഞാൽ 5. സോ ഇവിടുത്തെ nth ടേം എന്ന് പറയുന്നത് 180n/n plus 2. ഓക്കെ, ഇനി അടുത്തത് ഒരു പുറം കോൺ അല്ലെ, വൺ ഔട്ടർ ആംഗിൾ, ഒരു പുറം കോണിന്റെ സീക്വൻസ് എന്തായിരുന്നു വന്നിരുന്നത്? ഒരു പുറം കോണിന്റെ നോക്കാം, 360 ആണ് പുറം കോൺ വരുന്നത്. 360 പുറം കോണുകൾ എത്ര ഉണ്ടാവും? ഇവിടെ 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും അല്ലെ. അപ്പൊ 360/3, 360/4, 360/5 ആണ് സീക്വൻസ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ nth ടേം എന്ന് പറയുന്നത് xn is equal to അല്ലെ 360 മുകളിലുള്ളത്. അപ്പൊ 360 ആണ് തന്നെ, ഈ മാറ്റം ഉണ്ടോ? ഇല്ല, 360 അതേപോലെ തന്നെ. ദെൻ 3 4 5 നമ്മൾ തട്ട് മുകളിലേക്ക് കാട്ടും, എന്താണ്? n പ്ലസ് 10. ഓക്കെ, അപ്പൊ ഇതായിരിക്കും 360/n പ്ലസ് 2. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപങ്ങൾ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഒരു 3 ഫിഗർ തന്നിട്ടുണ്ട്, ആ ഫിഗർ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലമാണ്. ദ ഫസ്റ്റ് പിക്ചർ ഈസ് ഗോട്ട് ബൈ റിമൂവിംഗ് ദ സ്മോൾ ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ദ സെക്കൻഡ് പിക്ചർ ഈസ് ഗോട്ട് ബൈ റിമൂവിംഗ് സച്ച് എ മിഡിൽ triangle from each of the red triangles of the first picture. The third picture shows the same thing done on the second. How many red triangles are there in each picture? Taking the area of the original uncut triangle as 1, compute the area of small triangle in each picture. What is the total area of the red triangles in each picture? Write the algebraic expression for these 3 sequences obtained by continuing this process. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് ആദ്യത്തെ ചിത്രം. ഇതിലെ 3 ചുവന്ന ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം. ഈ ക്രിയ ഒരിക്കൽ കൂടി ചെയ്തതാണ് മൂന്നാമത്തെ ചിത്രം. ഓരോ ചിത്രത്തിലും എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? ഒന്നും വെട്ടിമാറ്റാത്ത മുഴുവൻ ത്രികോണത്തിൻ്റെ പരപ്പളവ്
1 എന്നെടുത്ത് ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ ആകെ പരപ്പളവ് എത്രയാണ്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഈ 3 ശ്രേണികളുടെയും ബീജഗണിത രൂപം എഴുതുക. ക്വസ്റ്റ്യനിൽ പറയുന്നത് ആദ്യം ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിൽ നിന്നും തുല്യമായ 3 ഒരു സമഭുജ ത്രികോണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ആ സമഭുജ ത്രികോണത്തിൽ നിന്നും തുല്യമായ 3 ത്രികോണങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സെന്റർക്കും തുല്യമായിരിക്കും അല്ലെ. ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പിന്നെ ക്വസ്റ്റ്യനിലുള്ള റെഡ് ട്രയാങ്കിൾസ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ ഭാഗത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, അങ്ങനെയാണെങ്കിൽ ഓരോ ഫിഗറിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഒന്നാമത്തെ നോക്കാം, അതാണ് അതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉള്ളത്? 3 അല്ലെ, ഷെയ്ഡ് ചെയ്തിട്ടുള്ള 3. രണ്ടാമത്തെ നമുക്ക് ഞാൻ ജസ്റ്റ് ആ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രയാങ്കിളിനുള്ളിൽ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ആ ട്രയാങ്കിളിനുള്ളിൽ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 1, 2, 3 അല്ലെ, 4, 5, 6, 7, 8, 9 ട്രയാങ്കിൾസ്. 9 ഷെയ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ട്രയാങ്കിൾസ് എന്ന് പറയും. ഇനി അടുത്തതിലാണെങ്കിലോ കൗണ്ട് ചെയ്ത് നമുക്ക് കിട്ടും 27. ഇങ്ങനെ തുടർന്ന് പോകുന്നു. 3, 9, 27 ഈ രൂപത്തിലാണ് റെഡ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾസിന്റെ എണ്ണത്തിന്റെ ശ്രേണി എന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കട്ടൊന്നും ചെയ്യാത്ത സമയത്ത്, ഈ ട്രയാങ്കിൾസ് കട്ട് ചെയ്യാത്ത സമയത്ത്, മുഴുവൻ ഫുൾ ട്രയാങ്കിൾ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ ഈ ഫുൾ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആക്കി എടുക്കുകയാണ്. 1 എന്നാണ് ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എങ്കിൽ ഓരോ ചെറിയ ട്രയാങ്കിൾസിന്റെയും ഏരിയ, ഓരോ ഫിഗറിലും ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയ എത്രയായിരിക്കും? അപ്പോൾ നോക്കാം, ഇത് ടോട്ടൽ എത്രയാണ്? ഏരിയ 1 അല്ലെ. അപ്പൊ നോക്കാം, ഇവിടെ തുല്യമായ 4 ത്രികോണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 4ൽ 1 ഭാഗമായിരിക്കൂലെ. അഥവാ 1/4 4ൽ 1 ഭാഗമായി. 3 തുല്യമാണ്, 4 തുല്യമാണ്. സോ 4ൽ 1 ആയിരിക്കും ഒരു ത്രികോണം, ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വരിക, ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും? ടോട്ടല് 16 ഉണ്ടാവും അല്ലെ. എങ്ങനെ 16 9 എല്ലാവരും വിചാരിക്കണം, എങ്ങനെ 16 എടുത്തുള്ളത്? ഇതിന്റെ ഉള്ളിൽ ഈ ട്രയാങ്കിൾസ് പരിഗണിക്കേണ്ട 1, 2, 3 അല്ലെ. അല്ലെങ്കിൽ ഇവിടെ 4 ഇവിടെ 4 അല്ലെ. പിന്നെ അതേപോലെ ഇതിന്റെ ഉള്ളിൽ 4 ഉണ്ടാക്കിയൂടെ. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും? 16 ഉണ്ടാവും. അപ്പൊ 16 1 1/16. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 64. 1/64. ഇത് അതേപോലെ 64 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ടാക്കും. 1/64. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തെ അതിലെ പ്രോബ്ലം പറയുന്നത്, ഈ ഇതിലെ റെഡ് ട്രയാങ്കിൾസിന്റെ മാത്രം ഏരിയ എത്രയായിരിക്കും? അപ്പൊ നോക്കാം, ഇപ്പൊ ആദ്യത്തെ ഫിഗർ നോക്കുമ്പോ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെഡ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 3 ഒരു ഭാഗം അല്ലെ. സോറി, ഈ 4 ട്രയാങ്കിൾസിൽ 3 ട്രയാങ്കിളും എന്താണ്? ഷെയ്ഡ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ 4 3 ആണ്. അപ്പൊ അതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/4 3/4 വരിക. ഓക്കെ, ഇനി ഇതിലേക്ക് വരുന്ന സമയത്തോ നോക്കാം, 9 ട്രയാങ്കിൾസ് അല്ലേ. ടോട്ടൽ 16 ഉണ്ടാവും. അതിൽ 9 ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ്. സോ 9/16 ആയിരിക്കും അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്താൽ മതി അല്ലെ. 27/64 ആയിരിക്കും. ആകെ 64 സിമിലർ ട്രയാങ്കിൾസ് ഉണ്ടാവും. ആ സിമിലർ ട്രയാങ്കിൾസ് 27 ഷെയ്ഡ് ചെയ്തിട്ടുള്ള റെഡ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഈ ഫിഗർ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നാലാമത്തെ ഇതിലെ ഓരോന്നിന്റെയും ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ബീജഗണിത രൂപയിലാണ്. അപ്പൊ ഫസ്റ്റ് ഒന്ന് നോക്കാം, 3, 9, 27. എന്താ നമുക്ക് കിട്ടുന്നത് നോക്കാം. x n ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നോക്കാം. 3, 9, 27. 3 3 അല്ലേ. 3 സ്ക്വയർ 9 അല്ലേ. 3 ക്യൂബ് 27 അല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ
3 റൈസ് ടു n, 3 പവർ n, 3 റൈസ് ടു n അല്ലെ. n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും, n ന് 2 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കിട്ടും, n ന് 3 കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ടേം കിട്ടും. ക്ലിയർ? അപ്പൊ 3ന്റെ പവറുകളാണ് ഇവിടെ എന്തായി പോകുന്നത്, ട്രയാങ്കിൾസിന്റെ എണ്ണമായിട്ട് പോകുന്നത്. സോ ഇനി അടുത്ത അതിലെ രണ്ടാമത്തെ 1/4, 1/60, 1/64 ഇതിന്റെ എന്ത് കാണും, algebraic expression ആണ്. സെക്കൻഡ് വൺ algebraic expression xn is equal to നോക്കാം 1/4 റൈസ് ടു n അല്ലേ. നോക്കാം 1 റൈസ് ടു 1 ടു n 1 കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് 1 കൊടുക്കുക, n 1 കൊടുക്കുകയാണെങ്കിൽ 1 റൈസ് ടു 1 1, 4 റൈസ് ടു 1 4 അല്ലെ. ഭിന്നസംഖ്യകളുടെ പവർ കാണണമെങ്കിൽ അംശത്തിലും ഛേദത്തിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ആയിട്ട് പവർ കാണാം. ഓക്കെ, then ഈ 2 കൊടുക്കുകയാണെങ്കിൽ 1 സ്ക്വയർ 1 തന്നെ, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, then അടുത്ത 3 കൊടുക്കുകയാണെങ്കിൽ 1 റൈസ് ടു 3 എന്നാൽ 1 തന്നെ, 4 റൈസ് ടു 3 എന്ന് പറയുമ്പോൾ എന്തായി 64 ആയി. ഓക്കെ, then ഇനി xn നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ സീക്വൻസിന്റെ ശ്രേണിയുടെ nth ടേം ആണ് algebraic expression. ശ്രദ്ധിക്കാം, അത് നമുക്ക് ഇതേപോലെ തന്നെ 3/4 all raised to n നോക്കും, 3 raised to 1 3, 4 raised to 1 4, then 3 raised to 2 9 അല്ലേ, 4 raised to 2 16 അല്ലേ, 3 raised to 3 27 അല്ലേ, 4 raised to 3 64 അല്ലേ. So these are the algebraic expressions of these sequences. Clear? അപ്പോൾ ഈ പിക്ചർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം, ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിലുള്ളത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ശ്രേണികളുടെ അല്ലെങ്കിൽ സീക്വൻസിന്റെ അല്ലെ നമ്പർ സീക്വൻസിന്റെ algebraic എക്സ്പ്രഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ആണ് അടുത്ത ടോപ്പിക്. എന്താണ് ഇതുവരെ നമ്മൾ സമാന്തര ശ്രേണി എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ശ്രേണികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്താണെന്നുള്ളതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ സമാന്തര ശ്രേണികളുടെ ആൾജിബ്ര പഠിക്കും. അപ്പൊ ഇതിൽ കുറച്ച് ചില മെത്തേഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ഇക്വേഷൻ ഒക്കെയാണ്. അതൊക്കെ നമ്മൾ ആ സമയത്ത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്, അരിത്മെറ്റിക് സീക്വൻസ് ശ്രേണിയും അരിത്മെറ്റിക് സീക്വൻസ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ.